ജിംബൈ ലൂഫിയോട് പറയും അക്കൈനോയ്ക്കും അവക്കിജിക്കും തമ്മിൽ വലിയ ഫൈറ്റ് ഉണ്ടായിട്ടുണ്ട്. ലൂഫി ആണെങ്കിൽ അവൻ പറയുന്നത് കേട്ട് ഷോക്കാവും. ജിംബൈ പറയും 2 വർഷത്തിന് മുൻപ് ആ യുദ്ധത്തിന് ശേഷം അഡ്മിറൽ ആയിരുന്ന സെൻഗോക്കു അവന്റെ പദവി അത് രാജിവെച്ചു. അവന്റെ സ്ഥാനത്തേക്ക് അവക്കിജിയെയാണ് എല്ലാവരും റെക്കമെൻഡ് ചെയ്തത്. പക്ഷെ നേവിയിൽ തന്നെയുള്ള മറ്റു ചില കൂട്ടങ്ങൾക്ക് അക്കൈനോ അവൻ ഫ്ലീറ്റ് അഡ്മിറൽ ആവണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. അവക്കിജിക്ക് വലിയ സ്ഥാനമാനങ്ങളൊന്നും ആഗ്രഹമില്ലായിരുന്നുവെങ്കിലും ഒരു കാരണവശാലും അക്കൈനോ സ്ഥാനത്തേക്ക് വരാൻ പാടില്ല എന്ന് അവൻ ഒരുപാട് ആഗ്രഹിച്ചു. അങ്ങനെ രണ്ടുപേരും ഫ്ലീറ്റ് അഡ്മിറൽ സ്ഥാനത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്തു. 1 ദിവസമല്ല 2 ദിവസമല്ല, ഒരുപാട് ദിവസങ്ങള്. ഐസും ലാവയും 2 വലിയ പവറുകൾ ഒരുപാട് നാളുകൾ ഏറ്റുമുട്ടി അവസാനം ലാവ ജയിച്ചു. അതെ, അക്കൈനോ ജയിച്ച് അവൻ ഫ്ലീറ്റ് അഡ്മിറലായി മാറി. ഈ ഒരു ന്യൂസ് കേട്ട് ഇപ്പൊ ലൂഫി ഷോക്കാവും. കാരണം അവന്റെ ബ്രദറിനെ കൊന്നത് അക്കൈനോ ആണ്. ലൂഫി വണ്ടർ അടിച്ച് ചോദിക്കും, അപ്പൊ അവക്കിജി അവൻ എന്ത് സംഭവിച്ചു? അവൻ മരണപ്പെട്ടോ? അതിന് ജിംബൈ പറയും ഇല്ല, പക്ഷെ അവന് നല്ല രീതിയിൽ പരിക്കു പറ്റി. അക്കൈനോട് അണ്ടറിൽ വർക്ക് ചെയ്യാൻ താല്പര്യമില്ലാതെ അവൻ അവന്റെ സ്ഥാനം റിസൈൻ ചെയ്തു. അവക്കിജി ഇപ്പൊ എവിടെയുണ്ട്, എന്ത് ചെയ്യുന്നു എന്ന് ആർക്കും അറിയില്ല. അവനിപ്പോ ഒരു നേവിക്കാരനല്ല. ഇത്രയും വലിയൊരു ലോസ് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഗവൺമെന്റ് അവർ വിചിത്രങ്ങളായിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്തു.